നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഗൈഡൻസ് മെസ്സേജ് കൂടി ഒന്ന് കാണൂ കേട്ടോ. ഞാൻ എപ്പോഴും ഒന്നും പറയാറില്ല. ചില ദിവസങ്ങൾ എനിക്ക് തന്നെ റീഡിങ് ഒരു വളരെ സ്ട്രോങ് ആയിട്ട് പോസിറ്റീവായിട്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് ഞാൻ ഇവിടെ അത് മെൻഷൻ ചെയ്യുന്നത്. നിങ്ങൾ കൂടി ഗൈഡൻസ് കാണാൻ ശ്രമിക്കുക. വെറും ലവ് റീഡിങ് മാത്രം കണ്ടുകൊണ്ടിരിക്കരുത്. ഓക്കെ, സോ റിലേഷൻഷിപ്പ് ജനറൽ റീഡിങ് കൂടി, ഗൈഡൻസ് കൂടി കാണും. ഓക്കെ, ആൻഡ് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചൊന്ന് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആയാലും എന്താണോ വരുന്നത്. ഓക്കെ, ഞാൻ 2 ഡെക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഒറക്കിൾ ഡെക്ക് മാത്രമാണ്. സോ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ വരുന്ന മെസ്സേജസ് നമുക്ക് എടുക്കാം. ആദ്യം ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓ മൈ ഗോഡ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് എനിക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് എടുത്തു മാത്രം. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു അപ്പ് ആൻഡ് ഡൗൺ, ഇൻ ആൻഡ് ഔട്ടുള്ള എനർജിയാണ് മെയിനായിട്ട് എനിക്ക് കിട്ടുന്നത്. അത് ചില സമയത്ത് വളരെ ഹാപ്പി ആയിട്ടൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യും. നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല പേഴ്സൻ്റെ ബിഹേവിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഹാപ്പി ആവാറുണ്ട്. ഓക്കെ, ഒരുപാട് നല്ല സമയങ്ങൾ, നല്ല ഫീലിങ്സ് ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ അതിൻ്റെ കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും നിങ്ങൾ അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ചില ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ വീണ്ടും വിഷമിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. സോ ഇൻ ആൻഡ് ഔട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അവരൊരു കമ്മിറ്റ്മെൻറ്റ് തരാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു ബന്ധമായിട്ടല്ല ഇവിടെ എനിക്ക് കാണുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് തോന്നുന്നു. കുറച്ച് പേർക്ക് കുട്ടികളുടെ ഒരു ഇഷ്യൂ കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ കുട്ടികളുണ്ടാവാം, നിങ്ങളുടെ കുട്ടികളായിരിക്കും ഇടയിൽ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണ് ചൈൽഡിഷ് ബിഹേവിയർ, അതായത് അവർക്കൊരു മെച്യൂരിറ്റി ഇല്ലാത്ത തരത്തിൽ അവരൊരു ബിഹേവിയർ നിങ്ങൾ കാണുന്നുണ്ടാവാം. ഓക്കെ, അതൊക്കെ ആയിരിക്കും ഇവിടെ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ്. ഓക്കെ, ആൻഡ് ഇവിടെ വിച്ച് ക്രാഫ്റ്റ് എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇടയിൽ ആരോ പ്രോബ്ലം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ്. ശരിക്കും ഇത് നമ്മളൊരു ബ്ലാക്ക് മാജിക് എന്ന രീതിക്കാണ്. ബ്ലാക്ക് മാജിക് ആരെങ്കിലും ചെയ്ത് കാണാം. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് പറയാൻ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് വല്ലവർക്കും അസൂയ തോന്നുക, അത് കണ്ണു തട്ടുക, അങ്ങനെ പലതും ആവാം. ഓക്കെ, സോ ഇവിടെ മേ ബി ഒരു നെഗറ്റിവിറ്റി ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ആരോ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് മോശമായത് പറയുന്നതായിരിക്കാം, ഗോസിപ്പ് പറയുന്നതായിരിക്കാം, അങ്ങനെ പലതും ആയിരിക്കാം. പല റീസണും ആവാം. നമ്മൾ ഈ വിച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ബ്ലാക്ക് മാജിക് മാത്രമായിട്ട് ഞാൻ എടുക്കുന്നില്ല. നിങ്ങളുടെ ഇടയിൽ ആരോ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ആൻഡ് ഇവിടെ ട്രാപ്ഡ് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കുറച്ച് ട്രാപ്ഡ് ആണ്. ഓക്കെ, അവർ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ മേ ബി അവരും ഏതോ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവർക്കിപ്പോൾ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു എന്താ ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല. അവർ ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ട പോലെ കാണുന്നുണ്ട്. പക്ഷേ അവരുടെ മെൻറ്റൽ പ്രശ്നമായിരിക്കും. അതായത് അവർക്ക് തോന്നുന്നത് അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് വേണ്ട എഫേർട്ട് ഇടാൻ അവർക്ക് സാധിക്കില്ല എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാവാം. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, കാരണം കുട്ടികൾ കണ്ടതുകൊണ്ട്. മാരീഡൊക്കെ ആണെങ്കിലും അവർ ആ മാരേജിൽ സ്റ്റക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അല്ലാതെ അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന രീതിക്കല്ലല്ലോ. ഓക്കെ, ഒരു ട്രാപ്ഡ് ഫീലിംഗ് ആണ് അവർക്ക് വരുന്നത്. പിന്നെ അവർ മനസ്സിൻ്റെ ആയിരിക്കും, ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, മനസ്സിൽ ചില പേടികൾ, നിങ്ങളുമായിട്ടൊരു ബന്ധം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരും, അല്ലെങ്കിൽ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ മൈൻഡിൻ്റെ തോട്ട്സാണ്, നമ്മുടെ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. പോസിബിൾ ആയാൽ പോലും അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഒരു പേടി എന്ന രീതിക്ക് പറയാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഒരു ബൗണ്ടറി വെക്കുന്നുണ്ട് എപ്പോഴും. ഓക്കെ, ഒരു വാളുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, എപ്പോഴും അവർക്കൊരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. പക്ഷെ അത് അഗെയിൻ മനസ്സിലാക്കുക, അവർക്കതൊരു സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, അവർക്ക് അതിൽ പെയിനും ഉണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും ആ വേദന അവർ അനുഭവിക്കുന്നുണ്ട്. അവർക്കും ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അറ്റ്ലീസ്റ്റ് ഒരു പെയിൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുമ്പോൾ അവരും അത്ര ഹാപ്പി അല്ല. ഞാൻ അവരുള്ള സിറ്റുവേഷനും അവരെങ്ങനെയോ ട്രാപ്ഡ് എന്ന രീതിയിൽ, മേ ബി കുറച്ച് പേർക്ക് അഗൈൻ ബ്ലാക്ക് മാജിക് ചെയ്ത് അവർ പിടിച്ചു നിർത്തുന്നതായിരിക്കാം, അങ്ങനെയും പറയാം. നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ മാരീഡൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ അവരെ ആരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്ത് പിടിച്ചു വെച്ചിട്ടും ഉണ്ടാവാം. സോ അതിൻ്റെയും ഒരു ട്രാപ്ഡ് എന്ന രീതിക്ക്, അതായത് അവർക്കിപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അത് അങ്ങനെയാണ്, ആ എനർജീസ് അങ്ങനെയാണല്ലോ. ഓക്കെ, സോ ഇവിടെ
അഗെയിൻ ഇവിടെ എനിക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പം നമ്മൾ ഈ പറയുന്നതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം നിങ്ങൾ തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് എവിടെയോ യൂണിവേഴ്സ് നിങ്ങൾക്ക് സയൻസ് തരുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പേഴ്സണിനെ സ്നേഹമില്ല, ഇഷ്ടമില്ല, അല്ലെങ്കിൽ അവർക്ക് ഫീലിങ്സ് ഇല്ല, അവർ വേറെ തേർഡ് പാർട്ടിയുടെ കൂടെയാണ്, വേറെ എന്തെങ്കിലും ആണ്, അവർ പാരൻസിൻ്റെ വാക്ക് കേൾക്കുന്നു, എന്നെ ചൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയോ യൂണിവേഴ്സ് നിങ്ങൾക്ക് സയൻസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണും കിട്ടുന്നുണ്ട്, ബട്ട് അത് കുറവാണ്, കൂടുതലും നിങ്ങൾക്കായിരിക്കും കിട്ടുക. സോ അവിടെ സയൻസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബട്ടർഫ്ലൈസ് കാണുക, റിപ്പീറ്റഡ് നമ്പേഴ്സ് കാണുക, 11 11 10 10 എന്നുള്ള നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുക. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് 1 1 1 ഒക്കെ കാണുക ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം, ആ റിലേഷൻഷിപ്പ് അതായത് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന രീതിക്ക് ഒരു സൈനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് ഇവിടെ സീക്രട്സ് കാണുന്നുണ്ട്. അഗെയിൻ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ സീക്രട്സ് ഉണ്ട്, അവർ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് നിങ്ങളോട്, തേർഡ് പാർട്ടി അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈവൻ ഫാമിലിയുടെ കാര്യമായാലും. ഓക്കെ, ഫാമിലി അവരെ ഫാമിലി എതിർക്കും എന്ന രീതിക്കോ എന്തെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളോട് അവർ മറക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഫീലിങ്സ് നിങ്ങളോട് മറക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് അവരുടെ ഫീലിങ്സ്, അതായത് അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് അവർ തുറന്ന് പറയുന്നില്ല എന്നൊരിതുണ്ട്, ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ല നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഹോൾഡ് ഇറ്റ് ടുഗെദർ, ഗെറ്റിംഗ് എ ഗ്രിപ്പ്, ഹെവിനെസ്. ഓക്കെ, സോ അഗെയിൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഒരു ഇപ്പോൾ പേഴ്സൺ ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ ലൈഫിനെ ഒന്നിങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന പോലെ എന്ന് പറയാം. അവർക്കും ചെയിൻഡ് അപ്പ് എന്നും കാണുന്നുണ്ട്. സോ എവിടെയോ ഇത് വീണ്ടും ഒരു ട്രാപ്ഡ് ഫീലിങ്ങിൻ്റെ കാര്യമാണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സണെ എന്തോ പിടിച്ച് പുറകോട്ട് വലിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് അടുക്കുന്നതിൽ നിന്ന് എന്തോ കാര്യം അവരെ തടയുന്നുണ്ട്. അഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ ഫാമിലി, റിലീജിയൻ ആവാം, ഓക്കെ, പാരൻസ് ആവാം, കുറച്ച് പേർക്ക് ഇവൻ മാരീഡ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, വേറെ ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം, ഓക്കെ, പലതും ഉണ്ട്. സോ എന്തിലോ അവരെ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നതായിട്ടും കാണുന്നുണ്ട് വീണ്ടും. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ലെറ്റ്സ് സീ ഇതിലെന്താ വരിക നോക്കാം. നമുക്ക് അഡ്വൈസ് ആയിട്ടോ അല്ലെങ്കിൽ സിറ്റുവേഷനെ കുറിച്ച് തന്നെ കൂടുതലോ ഈ ഡെക്കുന്ന എന്താ കിട്ടാൻ നോക്കാം. ഓക്കെ, വാച്ചിങ്, ഫ്രഷ് സ്റ്റാർട്ട്, അവേക്കനിങ്. ഓക്കെ, നൈസ്. മൂവിങ്, വാക്കിംഗ് അവേ ആൻഡ് ബ്രേക്കപ്പ്, അസെൻഷനും വന്നിട്ടുണ്ട്. സോറി, ഓക്കെ. ഇവിടെ വാച്ചിങ് എന്ന് പറയുമ്പോൾ ഒബ്സസ്ഡ് വിത്ത് യു, കാൺ ലെറ്റ് ഗോ, സോഷ്യൽ മീഡിയ സ്റ്റോക്കർ. ഓക്കെ, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്റ്റോക്കിങ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓൺലൈൻ വന്നോ പോയോ, ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ, നിങ്ങളെന്താ പോസ്റ്റ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വാക്കിംഗ് അവേ ഉണ്ട്, ബ്രേക്കപ്പും ഉണ്ട്. സോ നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ ഒരു സെപ്പറേഷൻ എന്ന രീതിക്ക് എനിക്ക് എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ട് ഇപ്പോൾ, പക്ഷേ അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, സീക്രട്ടായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ മൂവിങ്ങും ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് പിന്നെ പറയാം. അവിടെ ഫ്രഷ് സ്റ്റാർട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ ഈ സെപ്പറേഷൻ, ഓക്കെ, ഗ്രീവിങ് യുവർ ലോസ്, ഫീലിംഗ് ലോൺലി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് നിങ്ങളെ വിട്ടു പോയാലും, ഞാനതാ പറഞ്ഞത്, നിങ്ങളെ വിട്ട് നിൽക്കുമ്പോഴും അവർ സന്തോഷത്തിലല്ല നിൽക്കുന്നത്. എവിടെയോ അവരുടെ ഉള്ളിൽ ആക്ച്വലി ആ ഒരു ഒറ്റപ്പെടൽ, ഒരു മിസ്സിങ് എനർജി എല്ലാം ഉണ്ട് അവർക്ക്. ഓക്കെ, വാക്കിംഗ് അവേ ഉണ്ട്, ബീയിങ് ഡൺ, റിലേഷൻഷിപ്പ് എൻഡിങ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ട്, സെപ്പറേഷൻ എന്ന് കാണുന്നുണ്ട്. ബട്ട് അവർ ആഗ്രഹിക്കുന്നത് ഒരു ന്യൂ റീസ്റ്റാർട്ടാണ് ആഗ്രഹിക്കുന്നത്, ഒരു സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഇത് എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് ലീവിങ് ദ പാസ്റ്റ് ബിഹൈൻഡ്, ഗെറ്റിംഗ് അനദർ ചാൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു അവസരം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിലും ഒരു വീണ്ടും ഒന്ന് റീകണക്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ തമ്മിൽ ഈവൻ കോൺടാക്റ്റ് ഉണ്ടെങ്കിലും, ഓക്കെ, കോൺടാക്റ്റ് ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അത്ര അടുപ്പത്തോടെ നിൽക്കുന്നുണ്ടാവില്ല. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നു, പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മൾ പറയില്ല, പഴയ ആ ഒരു ഡെപ്ത് കാര്യങ്ങൾ ഇപ്പം ഉണ്ടാവില്ല, ആദ്യത്തേക്ക് ആ ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ല. സോ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു അവസരം ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് ഇതന്നെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ഇനി ഒരു പ്രോപ്പറായിട്ട് ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് വേണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ അവർ ആഗ്രഹിക്കുന്ന ആക്ച്വലി മൂവിങ്, അതായത് മൂവിങ് ഇൻ ടുഗെദർ എന്നാണ് പറയുന്നത്. ഗെറ്റിംഗ് എ ന്യൂ ഹോം, ഗോയിങ് അവേ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു യാത്ര പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ചൊരു ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങൾ ലിവിങ് ടുഗെദർ, അല്ലെങ്കിൽ നിങ്ങളൊരു മൂവിങ് ഇൻ ടുഗെദർ, മേ ബി മാരേജ്, കമ്മിറ്റ്മെൻറ്റ് അങ്ങനെയാവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നിങ്ങൾ തമ്മിൽ അടുപ്പം വീണ്ടും ഡെവലപ്പ് ചെയ്യാം, ഒരു പുതിയ വീട് വാങ്ങാൻ, മാരീഡൊക്കെ ആണെങ്കിലും നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ സെപ്പറേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും ഒരു പുതിയ വീടൊക്കെ വാങ്ങി പുതിയ സെറ്റിലായി നിങ്ങളുടെ ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക എന്ന രീതിക്ക്. ആൻഡ് ഇവിടെ അവേക്കനിങ് കാണുന്നുണ്ട്. സോ എവിടെയോ നിങ്ങൾ തമ്മിൽ അകന്നപ്പോഴാണ് ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത്.
ഓക്കെ, അവരും ഒരു അവേക്കനിങ് അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നതായിട്ട്, അതായത് ഈ റിലേഷൻഷിപ്പ് എന്തോ ഉണ്ട്, ഇതിൽ എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. കാരണം നിങ്ങൾ അകലുമ്പോഴും എവിടെ അവർക്ക് നിങ്ങളെ വിട്ട് കളയാനോ ഒരു മിസ്സിങ് എനർജി ഫീൽ ചെയ്യുക. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ തമ്മിൽ പ്രശ്നം വന്നു, ഓക്കെ, നിങ്ങൾ തമ്മിലാകുന്നു. പക്ഷേ നോർമലി നമ്മൾ ആരോടെങ്കിലും അത്രത്തോളം ഒരു ദേഷ്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പറ്റി അത്ര ഓർക്കില്ല അല്ലേ, അല്ലെങ്കിൽ നമുക്കൊരു വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ പേഴ്സൺ വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇത്ര വിഷമം, എന്തിനാണ് എനിക്ക് ഇത്ര വിഷമം ഫീൽ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർക്കും മനസ്സിലാവാൻ തുടങ്ങുന്നത്. ഓപ്പണിംഗ് ഓഫ് ദ ഹാർട്ട്, സ്പിരിച്വൽ ആക്ടിവേഷൻ എന്നൊക്കെ. സോ അവർക്ക് ഇപ്പോഴാണ് ആ ഒരു കണക്ഷൻ്റെ ഡെപ്ത് അവർ മനസ്സിലാക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ ഈ സെപ്പറേഷൻ വാക്കിംഗ് അവേക്ക് ശേഷമാണ് അവർ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നത് എന്നാണ്. ലാസ്റ്റ് 2-3 കാർഡ് കൂടെ എടുത്ത് നിർത്താം. ജേർണലിംഗ്, ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസായിട്ട് പറയാം. ജലസി, വർക്കിംഗ്, ഓക്കെ. ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ അഗെയിൻ ഇവിടെ ഗോസിപ്പിൻ്റെ ഐ തിങ്ക് ഇംഗ്ലീഷ് റീഡിംഗ് കൂടി കണ്ടോളൂ. അതിലും ഇതാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഇവിടെ വന്നു തോന്നുന്നു. ഓക്കെ, അവരോടും മീൻസ് ഇംഗ്ലീഷ് കാണുന്നവർ മലയാളം പറ്റുന്നവർ ഇവിടെ വന്ന് കാണാൻ പറയേണ്ടി വരും. ഓക്കെ, എനിവേ, സോ ജേർണലിംഗ് കാണുന്നുണ്ട്. ആൻഡ് ജലസി, മെയിനായിട്ട് ഗോസിപ്പ് ആൻഡ് ജലസി. നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയതിൽ വേറെ കാരണം മറ്റുള്ളവരെ ജലസി. നിങ്ങളൊന്നിച്ചിട്ട് ഇപ്പോൾ മാരീഡൊക്കെയാണ്, ഈവൻ അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ സിംഗിൾസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കപ്പിളായിട്ടൊക്കെ നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളെ കണ്ട് ഒരുപാട് ജലസി തോന്നുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും, ക്ലോസ് ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും. സോ സൂക്ഷിക്കുക എപ്പോഴും. ഓക്കെ, ആരോടാണ് നിങ്ങൾ തുറന്ന് പറയുന്നത്, ആരോടാണ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ്, ഓക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അതൊന്നും നമ്മളിങ്ങനെ ഷോ ചെയ്ത് കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പ്രൈവറ്റാക്കി വെക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ. ഓക്കെ, കണ്ണു തട്ടാതിരിക്കുക ഒക്കെ നല്ലതാണ്. സോ ജലസി ഉണ്ട് ഇവിടെ. ആൻഡ് ഗോസിപ്പ്, നിങ്ങളെക്കുറിച്ച് ആരോ ഗോസിപ്പ് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി അവരോട് മോശമായിട്ട് പറയാം, അവരെ പറ്റി നിങ്ങളോട് മോശമായിട്ട് പറയാം, അങ്ങനെ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഇവിടെ വർക്കിംഗ് കാണുന്നുണ്ട്, വർക്കിംഗ് ഓൺ ദ റിലേഷൻഷിപ്പ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഓഫീസ് റൊമാൻസ് എന്ന രീതിയിൽ നിങ്ങൾ ഒപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഓഫീസിലായിരിക്കാം ഈ ഗോസിപ്പിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓഫീസിലുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ജോലിയും ഇവിടെ ഒരു കാരണമായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് പേർക്ക്. സോ അവർ ഈ ജോലിയിൽ കൂടുതൽ വർക്കഹോളിക്, അതായത് എപ്പോഴും ജോലി പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സമയം തരുന്നില്ല, ആ രീതിക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. സോ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ആൻഡ് ഇവിടെ ക്രിയേറ്റീവ്, നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഓക്കെ, നിങ്ങൾ ക്രിയേറ്റീവ് റിലീസ്, കീപ്പിംഗ് ട്രാപ്പ് ഓഫ് പാറ്റേൺസ്, എക്സ്പ്ലോറിങ് യുവർ ഫീലിങ്സ്. നിങ്ങളെ തന്നെ ഒന്ന് ബാലൻസിൽ വെക്കുക ഈ ഒരു സമയങ്ങളിൽ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൂടെ ഇല്ല, അല്ലെങ്കിൽ ഈവൻ കൂടെ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു, അകൽച്ച ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ, ഒരുപാട് വിഷമങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ജേർണലിംഗ് ചെയ്യാം. ഓക്കെ, എഴുതാം, നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ എഴുതാം, നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ എഴുതാം, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ ഒക്കെ എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതി നിങ്ങൾക്ക് ജേർണലിംഗ് ഇത് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ കീറിക്കളഞ്ഞ് കത്തിച്ച് കളയാം. ബിക്കോസ് നമ്മൾ നെഗറ്റീവ് എഴുതുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് കയ്യിൽ വെക്കേണ്ട എന്ന് പറയും ഞാൻ എപ്പോഴും. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ദിവസം വെക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഇന്ന് എന്ത് ഫീൽ ചെയ്തു, നാളെ എന്ത് ഫീൽ ചെയ്തു, മറ്റന്നാൾ എന്ത് ഫീൽ ചെയ്തു. ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഓക്കെ, ചിലത് നമുക്ക് എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇത് ഞാൻ വെറുതെ ചിന്തിച്ച് കൂട്ടിയതാണ്, ഇത് ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്ന് വരെ തോന്നാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാം ഈ കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് തോന്നാം, അല്ലെങ്കിൽ വേറൊരു കാര്യമാണ് അത്ര നിസ്സാരമാണ് എന്ന് ചിലപ്പോൾ തോന്നാം. സോ അങ്ങനെയൊക്കെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യാം. ഓക്കെ, എഴുതുക, ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ എഴുതുക, ഡെയിലി മനസ്സിൽ വരുന്ന ഫീലിങ്സിനെ കുറിച്ചൊക്കെ ഒന്ന് എഴുതുക. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ചെറുതാക്കി എഴുതിയാലും മതി. ഓക്കെ, അങ്ങനെ ഒരു നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത്. നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ, എല്ലാം എഴുതൂ. ഓക്കെ, അതിൽ നല്ല പോയിന്റ്സ് എഴുതൂ, നല്ല അല്ലാത്തതും എഴുതൂ. എല്ലാം കൂടി വായിച്ചു നോക്കുമ്പോൾ അവസാനം നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടാൻ തുടങ്ങും. സോ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്ത് നിങ്ങളെ തന്നെ നിങ്ങൾക്കൊരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ ടെൻഷനായി കഴിഞ്ഞാൽ, നിങ്ങൾ വിഷമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡിപ്രഷനിലേക്കും നിങ്ങൾ വിഷമങ്ങളിലേക്കും പോകും. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ അവനവനെ ഒന്ന് ബാലൻസിൽ പിടിച്ച് നിർത്തുക. കാരണം ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് വീണ്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ തിരിച്ച് വരും. പക്ഷേ അപ്പോഴേക്കും നിങ്ങളുടെ ഒരുപാട് വിഷമിച്ചിരുന്ന് നിങ്ങൾ അങ്ങനെ തകരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, സോ എനിവേ ഇവിടെ പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഡീൽ ചെയ്യാം. നിങ്ങളുടെ സിറ്റുവേഷൻ ഏതാണ് എന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ദൈവം തരട്ടെ. ഓക്കെ, പ്രാർത്ഥിക്കുക നന്നായിട്ട്, അതൊക്കെയാണ് വേണ്ടത്. നല്ലോണം പ്രാർത്ഥന ജപങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഏത് ദൈവത്തിനാണോ നിങ്ങൾ വിളിക്കുന്നത് അവരെ വിളിച്ചോളൂ. ഓക്കെ, എല്ലാം ഒന്ന് തന്നെ, എല്ലാവരും ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ സിറ്റുവേഷൻ ബെറ്ററായിട്ട് വരാൻ പ്രാർത്ഥിക്കാം നമുക്ക്. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.